ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. ജൂൺ 27 തിരുഹൃദയ സംസ്കാരം കുടുംബങ്ങളിൽ. ക്രിസ്തുവിൻ്റെ സുവിശേഷ സന്ദേശം മനുഷ്യ ജീവിതത്തെയും സംസ്കാരത്തെയും നിരന്തരം നവീകരിക്കുന്നു. ലോകരക്ഷകനായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ശൈലിയിലുള്ള ഒരു സ്നേഹ സംസ്കാരം കുടുംബങ്ങളിൽ ഇന്ന് രൂപപ്പെടേണ്ടതുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കുടുംബജീവിതം രൂപപ്പെടുത്തുന്ന ശക്തമായ ആത്മീയ മാർഗമാണ് തിരുഹൃദയ സംസ്കാരം. ഈശോയുടെ അനന്തമായ സ്നേഹത്തിൽ വിശ്വസിച്ച് കുടുംബം സ്വയം തിരുഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ സമാധാനവും സന്തോഷവും കുടുംബത്തിൽ വളരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ക്ലേശങ്ങളും എല്ലാം സമർപ്പിച്ച് സമാധാനം അനുഭവിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി സാധ്യമാണ്. സുസ്ഥിരമാകുന്ന ഈ തിരുഹൃദയ സംസ്കാരം ജീവിതത്തെ അർത്ഥപൂർണമാക്കും. തിരുഹൃദയ സംസ്കാരത്താൽ സംബന്ധമായ കുടുംബങ്ങൾ സമൂഹ ഭദ്രത ഉറപ്പുവരുത്തുന്നു. ഇത്തരം കുടുംബങ്ങൾ സമൂഹത്തിന് അനുഗ്രഹമാണ്, ശക്തിയാണ്. നീതിയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെതുമായ ഒരു സമൂഹം പടുത്തുയർത്തുന്നതിന് മനുഷ്യഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുക്കുവാൻ ഇവർക്ക് കഴിയും. ദൈവത്തോടുള്ള സ്നേഹവും അയൽക്കാരനോടുള്ള സ്നേഹവും യോജിക്കുന്നിടത്താണ് ദൈവരാജ്യം പണിയാൻ കഴിയുക. അയൽക്കാരനോടുള്ള സ്നേഹപ്രകടനങ്ങൾക്ക് വേണ്ടിവരുന്ന ത്യാഗവും സഹനവും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് നമ്മെ കൂട്ടിയോജിപ്പിക്കുന്നു. സ്നേഹം പരിപൂർണതയിൽ വാഴുന്ന സ്ഥലം ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. തിരുഹൃദയത്തിൻ്റെ സ്നേഹജ്വാല മനുഷ്യഹൃദയങ്ങളിൽ കൊളുത്തി ചുറ്റുമുള്ളവരിലേക്ക് പടർത്തി ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശക്തമായ സ്നേഹത്തിൻ്റെ ആവിഷ്കാരമായി തിരുഹൃദയ സംസ്കാരം ഇന്ന് വളരണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന, അവരിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന കരുതലിൻ്റെ സംസ്കാരം കെട്ടിപ്പടുക്കാൻ ഇന്നത്തെ ലോകത്തിന് ക്രിസ്തുവിൻ്റെ ഹൃദയം ആവശ്യമാണ്. അക്രമം വിതയ്ക്കുന്ന നാശകൂമ്പാരങ്ങൾക്കുമേൽ നന്മയും സൗന്ദര്യവും പുനഃസ്ഥാപിക്കണമെങ്കിൽ നാം ക്രിസ്തുവിനോടൊപ്പം സഹകരിക്കണമെന്ന് അവിടുത്തെ ഹൃദയം ആഗ്രഹിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ സംവിധായക ശക്തി സ്വയം പ്രകാശിപ്പിക്കാൻ നമ്മൾ പുതിയ വഴികൾ കണ്ടെത്തണം. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പരിഹാരത്തിൻ്റെയും ക്രിസ്തീയ മാർഗങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ജീവിതം മാറ്റിമറിക്കുന്ന തിരുഹൃദയ സംസ്കാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമിട്ടതും സഭാപിതാക്കന്മാരിലൂടെ വ്യാഖ്യാനിക്കപ്പെട്ടതും മാർപ്പാപ്പമാരിലൂടെ ആധികാരികമായി പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള അസാധാരണമായ ഒരു പരിഹാര മാർഗമായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് നിർദ്ദേശിച്ചു. ഇന്നത്തെ മരണ സംസ്കാരത്തെ പഴിക്കുന്നതിനേക്കാൾ ജീവന്റെ തിരുഹൃദയ സംസ്കാരം വളർത്തുകയല്ലേ ഉത്തമം? അത് കുടുംബങ്ങൾക്ക് ഒരു തിരുവട്ടം എന്നതിനേക്കാൾ ഒരു സൂര്യോദയമായിരിക്കും. ആധുനിക കുടുംബങ്ങൾക്ക് അനാകർഷകമെങ്കിലും മനഃശാസ്ത്രത്തിലെ പ്രായോഗിക പാഠങ്ങളെക്കാൾ ശക്തമായ സിദ്ധ ഔഷധമായിരിക്കും തിരുഹൃദയ ഭാവങ്ങൾ പ്രായോഗികമാക്കുക എന്നത്. കുടുംബത്തിൻ്റെ സ്ഥാപക മൂല്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങളിൽ അതിരുകടന്ന് വിശ്വസിക്കുന്ന ആധുനിക മനുഷ്യൻ ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളെ ആരായാൻ കൂട്ടാക്കാതിരിക്കുന്ന അപകട സാഹചര്യത്തിൽ തിരുഹൃദയ സംസ്കാരം ജീവിക്കുക എന്നുള്ളത് ഒരു പ്രതിവിധിയാണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു: തിന്മ വരുത്തിയ നാശങ്ങൾക്കിടയിൽ ക്രിസ്തുവിനോടൊപ്പം സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം പണിയാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദിലക്സിറ്റ്നോസ് നമ്പർ 182. ദൈവത്തെ അറിയാനും തങ്ങളെ തന്നെ അറിയാനും മൂന്നാം സഹസ്രാബ്ദത്തിലെ സ്ത്രീ പുരുഷന്മാർക്ക് ക്രിസ്തുവിൻ്റെ തിരുഹൃദയം ആവശ്യമായിരിക്കുന്നു. കുടുംബങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് തിരുഹൃദയ ചിത്രം പ്രതിഷ്ഠിക്കുക, തിരുഹൃദയ ജപമാല ചൊല്ലി കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, വിശുദ്ധ ബലിയിൽ പങ്കുചേരുക, പരസ്പരം ക്ഷമിക്കുക എന്നിവ കുടുംബങ്ങളിൽ തിരുഹൃദയ സംസ്കാരം വളർത്താനുള്ള ചില മാർഗങ്ങളാണ്. സങ്കീർത്തകൻ വിലപിച്ചു: അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം. സങ്കീർത്തനം 77:10. യേശു പറഞ്ഞു: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. മർക്കോസ് 12:24. ആധുനിക കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നതിനുള്ള നിരവധി കാരണങ്ങളിലൊന്ന് കുടുംബ ഹൃദയങ്ങളിൽ ദൈവവിചാരം കുറയുന്നു എന്നതാണ്.
യുദ്ധങ്ങളും യുദ്ധഭീഷണികളും നിരന്തരം മുഴങ്ങുന്നതും അസ്വസ്ഥത വിതയ്ക്കുന്നതും ഭയം സൃഷ്ടിക്കുന്നതുമായ തമസ്സു നിറഞ്ഞ ഒരു മരണ സംസ്കാരത്തിന് അന്ത്യം കുറിക്കാൻ തിരുഹൃദയഭക്തി ഹൃദയങ്ങളിൽ പ്രോജ്വലിക്കട്ടെ. ദൈവശക്തി അറിയാത്തവരും അറിഞ്ഞിട്ടും മറുതലിക്കുന്നവരുമായവരുടെ സംഖ്യ പെരുകുമ്പോൾ പകൽ അസ്തമിക്കാറായി നാഥ കൂടെ വസിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഉയർത്താം. ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവിടമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ശാരീരിക മാനസിക കഴിവുകളെ വികസിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹം എല്ലാ ഹൃദയങ്ങളിലേക്കും സമൃദ്ധമായി ഒഴുക്കണമേ. ഒരു സ്നേഹ സംസ്കാരം, ഹൃദയത്തിനിടം നൽകുന്ന ഒരു തിരുഹൃദയ സംസ്കാരം രൂപപ്പെടുത്തുവാൻ മനുഷ്യഹൃദയങ്ങളെ സജ്ജമാക്കണമേ. ലോകത്ത് സമാധാനം വിതയ്ക്കണമേ. ആമേൻ.